ഹായ് ഓൾ, SSG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേട്ടിട്ട് സൈക്കോളജിയുടെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി 2 ചോദിച്ചിട്ടുള്ള സൈക്കോളജി ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് LPSC UPSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും നല്ലതാണ്. അതുപോലെ കേട്ടിട്ടിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്കും രണ്ട് വിഭാഗക്കാർക്കും യൂസ്ഫുൾ ആവുന്ന രൂപത്തിൽ, അതായത് കേട്ടിട്ട് എല്ലാ വിഭാഗക്കാർക്കും കാണാവുന്നതാണ്. കാരണം കാറ്റഗറി 3 ആണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിൽ, അതുപോലെ തന്നെ മലയാളം എക്സ്പ്ലനേഷനും ഉണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ് ആയിരിക്കും. ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി നോക്കുക. ഒരുപാട് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സിലബസ് ബേസ്ഡ് ക്ലാസ്സുകളുണ്ട്, കൂടാതെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ക്ലാസ്സുകളുണ്ട്. വിത്ത് എക്സ്പ്ലനേഷൻ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ കേട്ടിട്ട് കാറ്റഗറി 2, 3 സോഷ്യൽ സയൻസ് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ചെറിയ എമൗണ്ട് പറഞ്ഞാൽ വെറും 500 രൂപയ്ക്ക് നമ്മൾ ഒരു വാട്സപ്പ് ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാട്സപ്പിൽ ഓൾറെഡി റെക്കോർഡഡ് അതായത് വോയിസ് റെക്കോർഡ് ചെയ്തിട്ട് ഉള്ള ഓഡിയോ ക്ലാസ്സുകളും ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാട്സപ്പ് ഓഡിയോ ക്ലാസ്സുകൾ സൈക്കോളജിയും സോഷ്യൽ സയൻസും ഉണ്ട്, SCRT ഒക്കെ കവർ ചെയ്യുന്നുണ്ട്. ക്ലാസ് വാട്സപ്പ് ഓഡിയോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ SCRT വരുന്നുണ്ട്, അതുപോലെ സൈക്കോളജിയിലെ തിയറീസും കാര്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പെഡഗോഗി ഓഡിയോസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. വെറും 500 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു ടെക്നിക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. ആദ്യ ചോദ്യം നോക്കൂ. വളരെ മിടുക്കനായ രാജേഷ് 10ാം ക്ലാസ്സിലെത്തിയപ്പോൾ അവൻ്റെ പ്രതീക്ഷിത നിലവാരത്തിലെത്തുന്നില്ല. ഇവൻ്റെ ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാന കാരണമാകുന്നത് സഹപാഠികളുടെ സ്വാധീനം, കുടുംബ പശ്ചാത്തലം, സാമുദായിക സംഘർഷങ്ങൾ, സ്കൂൾ അന്തരീക്ഷം. രാജേഷ് വാസ് എ ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് ആൻഡ് വെൻ ഹി റീച്ച്ഡ് 10th സ്റ്റാൻഡേർഡ് ഹി ഈസ് നോട്ട് പെർഫോമിംഗ് അറ്റ് ഹിസ് എക്സ്പെക്റ്റഡ് ലെവൽ. പ്രതീക്ഷിച്ച ആ ഒരു ലെവലിൽ എത്തുന്നില്ല. ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ഹിസ് പ്രോബ്ലം. അതായത് പിയർ ഇൻഫ്ലുവൻസ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ്, സ്കൂൾ എൻവയോൺമെൻറ്റ്. ഇതിലേതാണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമായിട്ട് വരുന്നത്? ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ A ആണ്. പിയർ ഇൻഫ്ലുവൻസ് ആണ്. നമുക്കറിയാം ഈ ഒരു പ്രായത്തിൽ അവരെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരാണ്? പിയേഴ്സ് ആണല്ലേ, അവർ കൂട്ടുകാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെക്റ്റഡ് ലെവലിൽ എത്താതിരിക്കാൻ കാരണം മറ്റ് 4 അല്ലെങ്കിൽ മറ്റ് 3 ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും സ്യൂട്ടാവുന്നത് ഏതാണ്? പിയർ ഇൻഫ്ലുവൻസ് അഥവാ സഹപാഠികളുടെ സ്വാധീനം എന്നുള്ളതാണ്. നെക്സ്റ്റ്, the document showing the progress of learning and achievement for a specific period of time is known as. നിശ്ചിത കാലയളവിലുള്ള പഠന പുരോഗതിയെയും നേട്ടങ്ങളെയും പ്രതിപാദിക്കുന്ന രേഖ. നിശ്ചിത കാലയളവിലുള്ള പഠന പുരോഗതിയെയും നേട്ടങ്ങളെയും പ്രതിപാദിക്കുന്ന രേഖ. നിശ്ചിത കാലയളവ്, ദാറ്റ് ഈസ് അച്ചീവ്മെൻറ്റ് റെക്കോർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ്, പോർട്ട്ഫോളിയോ, റൂബ്രിക്സ്. The document showing the progress of learning and achievement for a specific period of time. ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. ഓപ്ഷൻ C പോർട്ട്ഫോളിയോ ആണ് കറക്റ്റ്. ഓപ്ഷൻ C പോർട്ട്ഫോളിയോ ആണ് കറക്റ്റ്. നെക്സ്റ്റ്, ഒരു ചേരുംപടി ചേർക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചേരുംപടി ചേർക്കുക. സംഘസിദ്ധാന്തം, ഫ്രെയിംസ് ഓഫ് മൈൻഡ്, വൈകാരിക ബുദ്ധി, വിവര വിശകലന സിദ്ധാന്തം, ബുദ്ധിയുടെ ഘടന, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, ഫ്രെയിംസ് ഓഫ് മൈൻഡ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി, മോഡൽ ഓഫ് ഇൻ്റലക്റ്റ്. അതുപോലെ B കോളത്തിൽ ഹോവാർഡ് ഗാർഡനർ, R സ്റ്റേൺബർഗ്, ഗിൽഫോർഡ്, ഡാനിയൽ ഗോൾമാൻ, EL തേഴ്സ്റ്റൺ. അപ്പോൾ ഇതിനെ പരസ്പരം യോജിപ്പിക്കാനാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് നോക്കാം. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഒരുവിധം എല്ലാവർക്കും അറിയുന്നതാണ്. ആരുടെ പുസ്തകമാണ്? ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഹൊവാർഡ് ഗാർഡനറിൻ്റേതാണ്. വൈകാരിക ബുദ്ധി നമുക്ക് ആരുമായിട്ട് കണക്ട് ചെയ്യാം? ഇമോഷണൽ ഇൻ്റലിജൻസിനെ നമുക്ക് ഡാനിയൽ ഗോൾമാനുമായിട്ട് കണക്ട് ചെയ്യാം. നെക്സ്റ്റ്, സംഘസിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണ്? അത് സംഘസിദ്ധാന്തം കൊണ്ടുവന്നത് ഓപ്ഷൻ ഏതാണ്? സംഘസിദ്ധാന്തം എ വരുന്നത് ഏതാണ്? EL തേഴ്സ്റ്റൺ ആണ്. സംഘസിദ്ധാന്തം വരുന്നത് EL തേഴ്സ്റ്റൺ ആണ്. സംഘസിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ, EL തേഴ്സ്റ്റൺ. അതുപോലെ ബുദ്ധിയുടെ ഘടന, സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് കൊണ്ടുവന്നത് ആരാണ്? അത് ഗിൽഫോർഡാണ്. നെക്സ്റ്റ്, വിവര വിശകലന സിദ്ധാന്തം അഥവാ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി വരുന്നത് ആരാണ്? അത് R സ്റ്റേൺബർഗ് ആണ്. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്
ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആരാണ് വരുന്നത്? ഗ്രൂപ്പ് ഫാക്ടർ E.L. തേഴ്സ്റ്റൺ ആണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഹൊവാർഡ് ഗാർഡനർ ആണ്. ഇമോഷണൽ ഇൻ്റലിജൻസ് ഗിൽഫോർഡ് ആണ്. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി ആർ സ്റ്റേൺബർഗ്. മോഡൽ ഓഫ് ഇൻ്റലക്റ്റ് ആരാണ്? ഗിൽഫോർഡ്. ഓക്കെ, നെക്സ്റ്റ് വികാസവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, കോഗ്നിറ്റീവ് തിയറീസ് ഓഫ് ഡെവലപ്മെൻറ്റ് എംഫസൈസസ് മെച്ചുറേഷൻ ആസ് എ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ്. അതായത് വികാസം എന്ന് പറയുന്നത് എന്തിൻ്റെ ഉൽപ്പന്നമാണ്? സാഹചര്യത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും, അതായത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്, രണ്ടും കൂടെ ഉള്ളതിൻ്റെ ഒന്നാണ് ഇത് വികാസം. ഇനി മെച്യൂരിറ്റി, പരിപക്വനം പഠനത്തിന് അനിവാര്യമാണെന്ന് വൈജ്ഞാനിക വികാസ സിദ്ധാന്തങ്ങൾ ഊന്നി പറയുന്നു. ഇതിലേതാണ് ശരി? പ്രസ്താവന 1 മാത്രമാണ് ശരി, പ്രസ്താവന 2 മാത്രമാണ്. 2 പ്രസ്താവനകളും ശരിയാണ്, 2 പ്രസ്താവനകളും തെറ്റാണ്. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. കാരണം നമുക്കറിയാം വൈജ്ഞാനിക സിദ്ധാന്ത പ്രകാരം നമുക്ക് ഏറ്റവും വേണ്ട മെച്യൂരിറ്റി ഒരു പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ് ആണെന്ന് അറിയാം. അതുപോലെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെൻറ്റ്. സോ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 2 പ്രസ്താവനകളും ശരിയാണ്. ഈ ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസും എന്താണ് ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് എന്നുള്ളത് നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് ടോപ്പിക് വൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നെക്സ്റ്റ്, പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് ശ്രേണീകരണം അഥവാ ദ എബിലിറ്റി ഓഫ് സീരിയേഷൻ ഏത് സ്റ്റേജിലാണ് വരുന്നത്? ഇന്ദ്രിയ ചാലകഘട്ടം, സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ പ്രാഗ് മനോവ്യാപാരഘട്ടം. ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ അഥവാ മൂർത്ത മനോവ്യാപാരഘട്ടം. ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ ഔപചാരിക മനോവ്യാപാരഘട്ടം. അപ്പോൾ ഏതിലാണ് ശ്രേണീകരണം എന്ന ഒരു കഴിവ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. പിയാഷെയുടെ തിയറി കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസിൽ നമ്മളത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റേജുകളൊക്കെ ഇനി ആവർത്തിക്കുന്നില്ല. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. നെക്സ്റ്റ്, വളരെ സങ്കീർണമായൊരു പ്രവർത്തനം പഠിപ്പിക്കുന്ന അവസരത്തിൽ ടീച്ചർ കുട്ടികൾക്ക് പ്രബലനം നൽകുന്നു. ഫോർ ടീച്ചിങ് എ കോംപ്ലെക്സ് ടാസ്ക് ടീച്ചർ പ്രൊവൈഡ്സ് റീഇൻഫോഴ്സ്മെൻറ്റ് ടു സ്റ്റുഡൻസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ ഈസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ? അനുസൂത പ്രബലനം, കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതുപോലെ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂള്. ഓപ്ഷൻ ബി ഫിക്സ്ഡ് ഇൻ്റർവൽ, നിശ്ചിത സമയക്രമം. ഓപ്ഷൻ സി ഫിക്സ്ഡ് റേഷ്യോ. ഓപ്ഷൻ ഡി വേരിയബിൾ. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓപ്ഷൻ എ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്.